പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഡിസംബർ മാസം 1-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഈ വർഷം തീരുന്നതിന് മുമ്പേ ഒരു ദൈവപ്രവൃത്തി. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് ഹബൂബ് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ. ക്രോധത്തിൽ കരുണ ഓർക്കണമേ. എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും ഈ പ്രഭാതത്തിൽ നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്കൊരുമിച്ച് ദൈവത്തിന് നന്ദി പറയണം. കാരണം ഈ 2024 ഈ അവസാന മാസം വരെയും സൂക്ഷിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ എത്ര പേർ പറയും, ഈ വർഷം തീരുന്നതിന് മുമ്പേ ഒരു ദൈവപ്രവൃത്തി എനിക്ക് കാണണം. ഹല്ലേലൂയ. നീണ്ട ദിവസങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒന്നും കാണാതെ നിരാശപ്പെട്ട് വിഷമിച്ച് നിൽക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാ പറയാണ്, വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നാം കേട്ട വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി നാം ഉണരേണ്ടത് ആവശ്യമാണ്. ഇതാ ഹബൂബ് പ്രവാചകനിലൂടെ ദൈവം വിളിച്ചു പറയാണ്, ആണ്ടുകൾ തീരുന്നതിന് മുമ്പേ നിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തണം, അതിനെ ജീവിപ്പിക്കണം. എന്നെ കേൾക്കുന്നവരെ, അതിൻ്റെ അവസാനത്തെ പദം പറയുകയാണ്, ക്രോധത്തിൽ കരുണയിൽ ഓർക്കണമേ. എന്നെ കേൾക്കുന്നവർ ജീവിതം മുഴുവൻ വിഷമത്തിലും വേദനയിലും പ്രതികൂലത്തിൽ നിൽക്കുന്നവർ എൻ്റെ കൂടെ ഒന്ന് വിളിച്ചു പറയണം, ഈ ഡിസംബർ മാസം കരുണയുടെ മാസമാണ്. അസാധാരണമായ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുകയാണ്. നയലിലെ വിധവ ഏകമകൻ മരിച്ച് വല്ലാത്ത വേദനയിലും നിരാശയിലും കണ്ണുനീരിലും മുമ്പോട്ട് വരുമ്പോൾ യേശു മനസ്സലിഞ്ഞ് അവളോട് പറയാണ്, കരയണ്ട കരയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ പറയുന്ന വാക്കുകളെ പോലല്ല, അവൻ അവളുടെ മകനെ, മരിച്ചുപോയ മകനെ മടക്കി കൊടുക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അബ്രഹാം ആശയ്ക്ക് വിരോധമായി വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുത്തതായി കാണുകയാണ്. അത് അവന് നീതിയായി കണക്കിട്ടു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെ മാനിക്കുന്ന, നിങ്ങളോട് മനസ്സലിയുന്ന ഒരു ദൈവത്തെ ഈ ഡിസംബർ മാസം നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനോടൊന്ന് പറയാം, എൻ്റെ മേളിൽ അങ്ങയുടെ മനസ്സലിവ് വെളിപ്പെടുത്തണമേ. 12 വർഷമായി ആ രക്തസാവസ്ത്രീയുടെ മേളിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടതുപോലെ, 3-ാമത്തെ ദിവസം കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീഞ്ഞായതുപോലെ, ഒഴിഞ്ഞ പത്രോസിന്റെ പടക് നിറഞ്ഞതുപോലെ, 4-ാമത്തെ ദിവസം ലാസറിനെ കല്ലറയിൽ നിന്ന് വിളിച്ച് പുറത്തു കൊണ്ടുവന്നതുപോലെ എൻ്റെ ജീവിതത്തിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനായിട്ട് എത്ര പേർ ആഗ്രഹിക്കുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനൊരു ദൈവപ്രവൃത്തി കാണും, ഞാനൊരു അത്ഭുതം കാണും. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും എൻ്റെ കൂടെ ചേർന്നെന്ന് പറയണം, എൻ്റെ ദൈവത്തിൻ്റെ ദൃഷ്ടി എൻ്റെ മേളിലുണ്ട്. ഇതുവരെയും നടക്കാത്ത, ഇതുവരെയും വെളിപ്പെടാത്ത ഒരു വലിയ ദൈവപ്രവൃത്തിക്കായി ഞാൻ ഈ മിനിറ്റിൽ ഒരുങ്ങുകയാണ്. 38 വർഷമായി കുളക്കടവിൽ കിടക്കുന്നവൻ ആ കിടക്കുന്ന അനുഭവത്തിൽ പറയാണ്, ആ കുളത്തിൽ എന്നെ ഇറക്കുവാൻ ആരുമില്ല എനിക്ക്. ഞാൻ ചെല്ലുന്നതിന് മുമ്പേ മറ്റൊരാൾ
എനിക്ക് മുമ്പായി ആ വിടുതൽ പ്രാപിച്ചുകൊണ്ട് പോവുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവിൽ ഡിസംബർ മാസം പറയുകയാണ്, ആരും സഹായിക്കാനില്ലാത്ത മറ്റു പലരും വിടുതൽ പ്രാപിക്കുന്നു നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടും നിനക്ക് മാത്രം വിടുതലില്ലെന്ന് പറയുന്ന അനുഭവത്തിനകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി ഈ മാസം സംഭവിക്കാൻ പോവുകയാണ്. നിന്റെ സമയം വെളിപ്പെടുകയാണ്. നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ആവർത്തന പുസ്തകം 12-ാം അധ്യായം 11-ാമത്തെ വാക്യം, നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേൽ ഇരിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ കർത്താവിൻ്റെ ദൃഷ്ടി, അവൻ്റെ കണ്ണുകൾ എപ്പോഴും നമ്മുടെ ഭവനത്തിൻ്റെ മേളിലുണ്ട്, നാം ആയിരിക്കുന്ന ഇടങ്ങളിലുണ്ട്. കർത്താവിൻ്റെ ദൃഷ്ടി മാറിയിട്ടില്ലെങ്കിൽ ഈ ഡിസംബർ മാസം നിന്റെ വിഷയത്തിനകത്തൊരു അത്ഭുതമുണ്ട്. എൻ്റെ കർത്താവ് അത് ചെയ്യാൻ പോവുകയാണ്. എത്ര പേർ ആഗ്രഹിക്കുന്നു ഞാൻ ദൈവപ്രവൃത്തി കാണും? കാരണം എൻ്റെ ദൈവം മനസ്സലിയുന്നവനാണ്. ഈ പ്രഭാതത്തിൽ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, ഞാൻ ഇതുവരെയും തകർന്നു പോകാഞ്ഞത് ദൈവത്തിൻ്റെ കരുണയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ പ്രാർത്ഥിച്ചിട്ട് പറയണം, എൻ്റെ കർത്താവിൻ്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. എൻ്റെ കൂടെ എത്ര പറയും, എൻ്റെ ജീവിതത്തെ ഒന്ന് പുതുക്കണമേ. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം ശ്രദ്ധിക്കാമെങ്കിൽ അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പണ്ടത്തതുപോലെ നല്ലൊരു കാലം ഞങ്ങൾക്ക് മടക്കി തരണമേ. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ സീസൺ മാറാൻ പോവുകയാണ്. നിങ്ങളുടെ വിഷമകാലം തീരാൻ പോവുകയാണ്. നിങ്ങളുടെ കണ്ണുനീര് മാറാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ വാക്യത്തിൽ നിങ്ങൾ ഉറയ്ക്കണം. കാരണം ഞാൻ നിങ്ങൾ മുടിഞ്ഞു പോകാത്തത്, തകർന്നു പോകാത്തത് കർത്താവിൻ്റെ കരമാണ്, കർത്താവിൻ്റെ മനസ്സലിവാണ്. അത് വർദ്ധിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തത വർദ്ധിക്കാൻ പോവുകയാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 22-23 വാക്യങ്ങൾ, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതും ആകുന്നു. എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തിന് ആമേൻ പറയണം. ഞാൻ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാണ്. അത് രാവിലെ തോറും അത് പുതിയതായി തീരുകയാണ്. ഈ 1-ാം തീയതി വിശ്വസിക്കുന്നവര് എൻ്റെ കൂടെ ചേർന്നൊന്ന് പറയണം, എൻ്റെ കർത്താവ് എനിക്ക് പുതിയത് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ കരുണ ഞാൻ അതേപോലെ വിശ്വസിക്കുന്നു. ഈ ഡിസംബർ മാസം എൻ്റെ കണ്ണുനീരിനെ കർത്താവ് തുടയ്ക്കും. എൻ്റെ പ്രാർത്ഥനകൾ ദൈവം തള്ളിക്കളയത്തില്ല. എനിക്കൊരു ദൈവപ്രവൃത്തിയുണ്ട്, ഞാനത് വിശ്വസിക്കുന്നു. കാരണം എൻ്റെ കർത്താവിൻ്റെ കരുണ, എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തത എനിക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. കർത്താവ് അത് ചെയ്യും. ഈ മാസം തീരുന്നതിന് ഒരു വലിയ ദൈവപ്രവൃത്തി കാണുമെന്ന് വിശ്വസിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ, അത്ഭുതം ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. തകർന്നിരിക്കുന്ന ഒരു വ്യക്തി കൂടെ ഇത് അനുഗ്രഹമായി തീരും. അതേപോലെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണം. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കും. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കുകയാണ്. നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.